ഹലോ ഗെയ്സ്, ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. സോറി, മോർണിംഗ് അല്ല, ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. നമ്മൾ എണ്ണീച്ച് വന്നത് നല്ല ചൂട് ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിച്ച് അത് ദഹിക്കാൻ വേണ്ടി കുറച്ച് തംസപ്പൊക്കെ കുടിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എന്നാ ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടതേ ഞങ്ങൾ മൂന്നുപേരുടെ ഒരുങ്ങി നമ്മളൊന്ന് ബാലാജി വരെ പോവാണ് കേട്ടോ. പോകാൻ വേണ്ടി ഇറങ്ങിയപ്പം നല്ല മഴ പെയ്യുന്നു. അയ്യോ, ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റോ എന്തൊക്കെയോ കഴുകി മേളിൽ ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. ഓടിപ്പോയി ഞാനത് പിറക്കിയിട്ടിട്ട് വന്നപ്പോൾ ഉണ്ട് അശ്വിനി ദേവിടെ ലേസൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ പിന്നെ അതും കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ ബാലാജിയിലെത്തി. നമുക്ക് ഇവിടെ കുറേ ഡ്രസ്സ് കണ്ടിട്ട് നമുക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇതിന്റെ അച്ഛനും എവിടെയാന്ന് എന്നോട് ചോദിക്കരുത്. ഇതിന്റെ കണക്ഷൻ എങ്ങനെ? ഇത് ഇങ്ങനെ ഇടും ഇവിടെ ഓട്ടല്ലാണ്ട് ഇങ്ങനെ ഇടും. ശരിയാണല്ലോ, ഇതിന് ഓട്ടില്ല. എങ്ങനെ ഇടും? ശരിയാ, ഇതിലേക്കൂടെ ആയിരിക്കും ചിലപ്പോൾ കേറുന്നത്. ഇവിടെ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇത് പാവാടയാണോ? പാവാട എന്തൊരു സാധനം. ഇത് വെറൈറ്റിയാ വേണ്ട. നമ്മൾ കുറച്ച് ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മളതെല്ലാം തിരിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം വരുന്ന വഴിക്കൊരു പാനിപ്പൂരിയുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ കയറി ഒന്ന് നമ്മൾ റിസ്ക് എടുത്ത് ഒരു 3 പ്ലേറ്റ് പാനിപ്പൂരി പറഞ്ഞു കേട്ടോ. 3-4 ദിവസം അവധി ആയതുകൊണ്ടാണ് നമ്മൾ ആ റിസ്ക് എടുത്തത്. പിന്നെ ഇവിടെ കുറച്ച് അല്ലാത്ത ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പി ജി എത്തിയപ്പം ലിൻഡയ്ക്ക് ഇവിടെ ഇരിക്കുന്ന അച്ചാറൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്ത് കേട്ടോ. ഇത് നമ്മൾ നാട്ടിൽ ഉപ്പും മുളകും ഇട്ടിട്ട് മാങ്ങ ചുമ്മാ തിന്നൂലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അച്ചാറിൻ്റെ ഒരു ഫ്ലേവറൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്കിഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഡിന്നറിൻ്റെ സമയമായി. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഫുഡായിരുന്നു ചോറും മുട്ടക്കറിയും. എങ്ങനെയൊക്കെയോ ആണ് നമ്മളത് കഴിച്ചത്. ടി വി സിനിമയൊക്കെ ഇട്ട് അതൊക്കെ കണ്ട് കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.